പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടി, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇല്ലാത്ത കേസുണ്ടാക്കി കഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. ഈ വിഷയം വളരെ ഗുരുതരമാണ്. പോലീസ് തന്നെ അന്വേഷണം നടത്തി കോടതിയിൽ കൊടുത്തിരിക്കുന്ന വളരെ കൃത്യമായ റിപ്പോർട്ടാണ്. വ്യാജ ബികോം സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അൻസിൽ ജലീൽ ജോലി ആവശ്യങ്ങൾക്കും മറ്റുമായി ദുരുപയോഗം ചെയ്തു വരുന്നതായി ആരോ പത്രമാധ്യമങ്ങളിൽ വ്യാജ വാർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിജസ്ഥിതി അന്വേഷിച്ച് ബോധ്യപ്പെട്ടു ഇത് തെറ്റാണ് എന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ എത്ര ക്രൂരമായ വേട്ടയാടലാണ് ഒരു ചെറുപ്പക്കാരന്, ഒരു വിദ്യാർത്ഥിക്ക് നേരെ നടന്നത് എന്ന് കൂടി മനസ്സിലാക്കി ഇതിനകത്ത് നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അൻസിൽ ജലീലിന് പൂർണ്ണമായ പിന്തുണയും പൂർണ്ണമായ സഹായവും ഞങ്ങൾ നൽകും എന്ന് വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിലെ രോഗികൾ മുഴുവൻ വലയുകയാണ്. മരുന്ന് ലഭ്യമല്ല. ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ മരുന്നുകൾ ലഭ്യമല്ല. സർക്കാർ ആശുപത്രികളിൽ 75% മരുന്നുകളുമില്ല. ഈ മരുന്നുകൾ പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ്. കാരണം കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ആശുപത്രികളുടെ ഇന്റന്റുകൾ അനുസരിച്ചുള്ള മരുന്നുകൾ വിതരണം നടത്തുന്നില്ല. കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്നുകൾ കൊടുത്ത സ്വകാര്യ കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ പണം കൊടുക്കാറുണ്ട്. ആ പണം കൊടുക്കാത്തത് കൊണ്ട് ഈ KMCSLന് മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾ മരുന്ന് കൊടുക്കുന്നില്ല. പല മരുന്നിന്റെ ഒരു ബാച്ച് മാത്രമേ ഉള്ളൂ. ഈ ഒരു ബാച്ച് മാത്രം ലഭ്യമാകുന്നത് കൊണ്ട് മരുന്നിന്റെ സ്വാഭാവികമായ ഗുണനിലവാര പരിശോധന സംസ്ഥാനത്ത് നടക്കുന്നില്ല. ഇത് വ്യാജ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം നടത്തിയ സംസ്ഥാന സർക്കാരാണിത്.